ഹായ് ഗുഡ് മോർണിംഗ് അഭിയാന്നേ. ഇന്നെന്തിനാ വന്നറിയാ? എൻ്റെ അമ്മയില്ലേ ഗീത, ഗീത എന്ന് പറയുന്ന എൻ്റെ അമ്മ പറയുന്നതും ചെയ്യുന്നതും രണ്ടാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇന്ന് വന്നിന്. എങ്ങനെ അറിയാ? ഇത് കണ്ടോ, ചായക്കാൻ വന്ന പാത്രമാണേ. ഈ വീട്ടിൽ ഏറ്റവും പഴയ പാത്രം ഇത്. പഴയെന്ന് വെച്ചാൽ എത്ര കൊല്ലം പഴക്കമുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കാണുന്ന പോലെയുള്ള പാത്രം ഇത്. വേറെ ഏതെങ്കിലും പാത്രത്തിൽ തരുമോ? അതുമില്ല. അതെന്തേന്ന് വെച്ചാൽ, അയ്യോ അഭി അതൊന്നും അങ്ങനെ പുറത്തെടുക്കാൻ പാടില്ല, പുതിയ ആരെങ്കിലും വന്നാൽ നമുക്ക് കൊടുക്കേണ്ട പാത്രമല്ലേന്ന് അമ്മ പറയില്ലേ? അല്ല അമ്മേ, രാവിലെ തന്നെ എന്റെ കുറ്റം തരുന്ന നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്നല്ലേ? ചായ തന്നിയും പോലെ കുറ്റം പറയുന്നതാണ്. പഴയ പാത്രമാണ് അത്. സ്റ്റീൽ പാത്രം എത്ര കാലം ഉപയോഗിക്കാം? പിന്നെ പുതിയ പാത്രം അഭി, എനിക്ക് പുതിയ പാത്രം പോലെ മേടിച്ചിരണേ അഭി. അപ്പുറം കുറെ പാത്രം ഉണ്ടേ, എനിക്ക് ചട്ടുകം മേടിച്ചിരുന്നത് ഉരുളി മേടിച്ചിരുന്നെല്ലാം പറഞ്ഞിട്ട് ഒന്നും ഉപയോഗിക്കില്ല. പിന്നെ പാത്രങ്ങൾ എത്ര കിട്ടിയാലും മതിയാവില്ല. നല്ല നല്ല പാത്രങ്ങളെല്ലാം വിരുന്നുകാർ വരുമ്പോ എടുക്കൂലു. അല്ലാണ്ട് സ്ഥിരം എടുത്താലും പൊട്ടിപ്പോവില്ലേ? ഞാൻ എടുക്കൂല, എന്തായാലും ഞാൻ എടുക്കൂല. ഇവിടെ ആരാ വിരുന്നുകാരെന്ന് അറിയാം? എപ്പെങ്കിലും വരുന്ന ആന്റിമാരാണ്, അച്ഛൻ്റെ അനിയത്തിമാരോ അല്ലെങ്കിൽ അമ്മേന്റെ അനിയനോ നല്ല പേരില്. അവര് വന്നാൽ പാത്രം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടാ. അവർക്ക് ഇതിനെക്കാട്ടിയും പഴയ പാത്രത്തിൽ അമ്മ കൊടുക്കില്ലെന്ന് എനക്ക് വന്ന്. അല്ല, അവര് വിരുന്നല്ല. പിന്നെ പപ്പാടന്റെ പെങ്ങന്മാരും അവര് അനിയന്റെ ഭാര്യമാരും മറ്റേ എന്റെ ആങ്ങളിന്ന് അതൊന്നും വിരുന്നല്ല. അതല്ല നമ്മുടെ വീട്ടുകാരാണ്. അവർക്ക് നമ്മൾ തിന്ന പാത്രത്തിൽ കൊടുത്താൽ മതി. വിരുന്ന് എന്ന് പറയുമ്പോ അങ്ങനെ ദൂരില്ല. ആരെങ്കിലും എപ്പെങ്കിലും വരുന്നവരല്ലേ വിരുന്ന്. മറ്റേ അവരെല്ലാം നമ്മുടെ വീട്ടുകാരല്ലേ. പിന്നെ അറിയുന്നവരല്ലാണ്ട് പിന്നെ ആരാ വരുവാ? നിങ്ങളെ കാണാൻ വേണ്ടിയുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വരും കേട്ടാ. അവരെല്ലാം വരുമ്പോ കൊടുക്കാൻ വെച്ചായിരിക്കും അല്ലേ? നമുക്ക് കുറച്ചിങ്ങനെ എപ്പെങ്കിലും വരുന്നവരില്ലേ നമ്മളെ കുറച്ച് നിന്റെ അല്ലെങ്കിൽ നിന്റെ അങ്ങനെ ആരും വന്നിട്ടില്ല. വെറുതെ ഞാനല്ലടാ. പിന്നെ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ നല്ല നല്ല പാത്രങ്ങളെല്ലാം പൂത്തി അടിയിൽ വെക്കുക. എന്നിട്ട് സാധാരണ നിത്യോപയോഗത്തിന് സാധാരണ പ്ലേറ്റിലേ എടുക്കൂലേ. എന്റെ വിശ്വാസം അങ്ങനെയാണ്. എന്നെ പോലത്തെ കുറച്ച് അമ്മമാരിലെ നല്ലത് പാത്രങ്ങളിൽ സ്ഥിരം ഫുഡ് കൊടുക്കുന്നവരുണ്ടോ? ഞാൻ പറഞ്ഞില്ല എന്റെ ഇവന് പാത്രം കൊണ്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നു, അതിനാണ് നീ ഇവ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവനെല്ലാം ആരെല്ലാം പപ്പാട്ടം പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ഞാൻ ആ പാത്രം പുറത്ത് എടുക്കൂല, വിളിച്ച കാണിക്കുകയും ചെയ്യില്ല. അവിടെ ഇട്ടിട്ട്. ഇതാണ് ഗീതാമ്മാസ് ലോജിക് കേട്ടാ. ഈ ലോജിക്കിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയണേ.